ഉണ്ടാകാതെ പോകുന്ന ഈ തിരക്കെന്തിനു വേണ്ടിയാണ്? വൈ ദിസ് അൺയൂഷ്വൽ ഹേസ്റ്റ് ആൻഡ് ഫോർ വാട്ട്? എന്തുകൊണ്ട്, എന്തിനു വേണ്ടി? അത് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല എല്ലാ വിദ്യാഭ്യാസ ബന്ധുക്കൾക്കും പ്രയാസമുണ്ട്. ഇതാണ് വിഷയം. ഞാൻ ദീർഘമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു പോകുന്നില്ല വിഷയത്തെപ്പറ്റി. കരിക്കുലവും സിലബസും പെഡഗോഗി എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. അതാണ് ഭാവി തലമുറയുടെ ബോധത്തെ തീരുമാനിക്കുന്നത്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ തുടക്കവാചകം അതാണ്. The destiny of India is being framed in her classrooms എന്നാണ് ആരംഭിക്കുന്നത്. നാടിൻ്റെ ഭാഗധേയം, ഭാവി രൂപം കൊള്ളപ്പെടുന്നത് ക്ലാസ് മുറിയിൽ തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ക്ലാസ് മുറിയെയാണ് പിടിക്കുന്നത് RSS BJP. ക്ലാസ് മുറിയെ പിടിക്കുകയാണ്, പുത്തൻ തലമുറയെ പിടിക്കുകയാണ്. ക്യാഷ് ദം യങ് എന്ന ഹിറ്റ്ലർ വാക്കുണ്ട്. ക്യാഷ് ദം യങ്, ചെറുപ്പത്തിലെ പിടികൂടുക. അതുകൊണ്ട് BJP ഗവൺമെൻറ്റിന് അധികാരം കിട്ടിയ അന്ന് മുതൽ വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ അവർ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം തുടരുകയാണിപ്പോൾ. അതേപ്പറ്റി CPIക്ക് ബോധ്യമുണ്ട്, CPMനും ബോധ്യമുണ്ട്. CPIക്കും CPMനും ലെഫ്റ്റിനാകത്തന്നെയും സെക്യുലർ വാല്യൂസിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഫെഡറൽ തത്വങ്ങളെ മാനിക്കുന്നവർക്കെല്ലാം ബോധ്യമാണ് ഇക്കാര്യം. ഞങ്ങളുടെ ഗവൺമെൻറ് ബോധ്യമാണ് ആ കാര്യം. അത് ബോധ്യമായി തീരും. നല്ല വിഷയം. നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. സിലബസിൽ നിന്ന് ചില പാഠ്യഭാഗം മാറുന്നു. ഏതെല്ലാം ഭാഗം? ഗാന്ധി വധം മാറുന്നു. നമ്മളെല്ലാം പഠിച്ചത് മഹാത്മാഗാന്ധിയെ മതഭ്രാന്തനായ ഘാതകൻ വെടിവെച്ച് കൊന്നുവെന്നാണ്. NEP പഠിപ്പിക്കുന്നത് പല ഭാഗത്തും മഹാത്മാഗാന്ധി മരിച്ചു എന്നാണ്, ദിവംഗതനായി എന്നാണ്. അത്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് യാദൃച്ഛികമല്ല. ഡാർവിൻ പുറത്താക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് ഇവല്യൂഷൻ പഠിക്കേണ്ട നിങ്ങൾ. ആദ്യത്തെ ശസ്ത്രക്രിയ ഏതാണ്? അത് ഗണപതിയുടെ മൂക്കാണെന്ന് പറയുന്നു. അങ്ങനെയെല്ലാം ആദ്യം വിമാനം പറപ്പിച്ചത് ആരാണ്? നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ആണെന്നായിരുന്നു. റൈറ്റ് ബ്രദേഴ്സ്. പുത്തൻ തലമുറയെ BJP പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് രാവണനാണെന്നാണ്. സയന്റിഫിക് ടെമ്പറിനെ പറ്റി പറയുന്ന രാജ്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല പറയുന്നത്, ഭരണഘടന പറയുന്നുണ്ട് സയന്റിഫിക് ടെമ്പറിനെ പറ്റി. ആ സയന്റിഫിക് ടെമ്പറിനെ പൂർണ്ണമായിട്ടും വളച്ചൊടിച്ചിട്ട് വികൃതമാക്കിയിട്ടാണ് ഈ പോക്ക് പോകുന്നത്. ഇപ്രകാരത്തിൽ പാഠ്യപദ്ധതിയെ മുഴുവനും മാറ്റിമറിക്കുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ വായിച്ചത്. അങ്ങനെ മാറ്റിമറിക്കുമോ? കേരളത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങളെ മാറ്റിയെടുക്കുമോ?